ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും വേവിച്ചു സാമ്പാറിനുള്ളത്. അതായത് ഉരുളക്കിഴങ്ങ്, കാരറ്റ്, വഴുതനങ്ങ, തക്കാളി, പരിപ്പ്, ഉള്ളി, ഒരു സബോള എല്ലാം കൂടെ കായവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലൊരു വിസിലടുപ്പിച്ചു, 2 വിസിലടുപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ഇവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉപ്പ് ഇട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് എണ്ണയ്ക്കകത്ത്. പിന്നെ ഇവിടെ മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലിനകത്താണ് വയ്ക്കുന്നത്. കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കടുക്, ഉലുവ എല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം അരിഞ്ഞ് വഴറ്റി ചേർത്തു. പിന്നെ പൊടികളിട്ടു. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത്രയും ചേർത്ത് വഴന്നപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലപോലെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കും. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മസാല ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് മുരിങ്ങയ്ക്ക ചേർത്ത്, വെണ്ടയ്ക്ക വഴറ്റി വെച്ച് ചേർത്ത്, ഉപ്പ് കുറച്ചുകൂടെ വേണം. ഉപ്പും പുളിയും കായമൊക്കെ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സാമ്പാറിന് രുചി കൂട്ടാൻ വേണ്ടി നമ്മൾ മല്ലിയില ഇതുപോലെ കുറച്ചെടുത്ത് കെട്ടുക, നൂല് വെച്ച് കെട്ടി ഇതിലോട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇനി ഒന്ന് തിളച്ച സാമ്പാർ റെഡിയാണ്. നമുക്കത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ സാമ്പാർ ഇവിടെ തിളച്ച് നല്ല റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സാമ്പാർ എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു നെയ് റോസ്റ്റ് ചെയ്യാം.
നെയ്യ് ഇട്ട് കൊടുക്കും. നമ്മുടെ നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെയ് റോസ്റ്റ്. സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനുള്ള ദോശയാണ്. അപ്പോൾ നെയ് റോസ്റ്റും സാമ്പാറും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ബൈ.